സ്റ്റുഡൻസ് ഇലക്ട്രോകെമിസ്ട്രി ബാക്കി ഭാഗങ്ങൾ നമുക്ക് തുടരാം. ഇനി അതിനകത്ത് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് കുറച്ച് ടേംസുകളാണ്. ഒന്ന് കണ്ടക്ടൻസ്. ഇത് നിങ്ങൾ ഫിസിക്സ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. കണ്ടക്ടൻസ് ഇറ്റ് ഈസ് ദ ഈസ് with which the current flows through a conductor. ആ തരത്തിലാണ് നമ്മൾ പറയുക. ഒരു ഇക്വേഷൻ ആയിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. കണ്ടക്ടൻസ് C is equal to 1 by R. Reciprocal of the resistance is called the conductance. Reciprocal of the resistance is called the conductance. അതിന് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഫോർമുല, ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എന്തും പറയാം. It gives a measure of the ease with which the current flows through a conductor. ഇനി അതിന്റെ യൂണിറ്റ് എന്താണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 by R ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം ഓം ആണ്. അപ്പോ 1 by ഓം എന്നാണ് വരിക. അതിനെ എഴുതുന്ന സമയത്ത് എഴുതാം ഓം ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സ് എന്ന് എഴുതാം. അതല്ലെങ്കിൽ മോ എന്ന് എഴുതാം. അതല്ലെങ്കിൽ സീമൻ. സീമൻ ക്യാപിറ്റൽ എസ് സ്റ്റാൻഡ്സ് ഫോർ ദി സീമൻ. ഈ തരത്തിലാണ് നമ്മൾ കണ്ടക്ടൻസുമായി ബന്ധപ്പെട്ട് പറയുക. ഇനി വേറെ കുറച്ച് റിലേഷൻ, ഇത് നിങ്ങൾ ഫിസിക്സ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവാം. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ is directly proportional to length of the conductor and inversely proportional to area of cross section. ഈ തരത്തിലാണ് നമ്മൾ പറയുക. Resistance of a conductor is directly proportional to length and inversely proportional to area of cross section. ഇവിടെ ഈ proportional term മാറ്റി കഴിഞ്ഞാൽ നമുക്ക് R is equal to rho എന്ന proportionality constant കൊടുക്കാം. Rho into we know resistance of a conductor is directly proportional to length and inversely proportional to area of cross section. So proportional term മാറ്റി കഴിഞ്ഞാൽ R is equal to rho into proportionality constant rho into L by A, where this rho is called the specific resistance. ഇതിനെ നമ്മൾ എങ്ങനെയാ പറയുക? Specific resistance or resistivity എന്ന് പറയും. Specific resistance or റെസിസ്റ്റിവിറ്റി, ഇതാണ് റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ആറിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ റോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡഡ് ബൈ എൽ, ആർ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാം. ദെൻ ഇനി ഒരു കണ്ടീഷൻ കൊടുക്കുക. വെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ, then we know rho is equal to R. Rho is equal to R ആണുള്ള കണ്ടീഷൻ എന്താണ്? Length of the conductor L is equal to 1 centimeter and area of cross section of the conductor A is equal to 1 centimeter square ആണെങ്കിൽ rho is equal to R എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ അതുവഴി നമുക്ക് കിട്ടും. ആ റോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി, ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് offered by a conductor of length 1 centimeter and area of cross section 1 centimeter square. ഈ തരത്തിലാണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റിക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കുക. ഈ ടേം കഴിഞ്ഞു. ദെൻ ഇനി അടുത്ത ഒരു ടേം ഇതിൽ നിന്ന് നമുക്ക് നോക്കാം. സ്പെസിഫിക് കണ്ടക്ടൻസ് ഓർ കണ്ടക്ടിവിറ്റി ആണ്. സ്പെസിഫിക് കണ്ടക്ടൻസ് which is also called conductivity. Specific conductance or conductivity, K എന്നുള്ള ഒരു ടേം കൊണ്ടാണ് ഇതിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. റോ ഈസ് ഈക്വൽ ടു സ്പെസിഫിക് റെസിസ്റ്റൻസ് റോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എൽ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇങ്ങനെയാണ് പറയുക. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ്. Specific conductance or conductivity K is equal to 1 by rho. Reciprocal of the specific resistance നെയാണ് specific conductance or conductivity എന്ന് പറയുക. അപ്പോൾ അതിന്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ we know rho is equal to R into A divided by L. അപ്പോൾ 1 by rho എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരിക? 1 by R into L by A. ഇങ്ങനെയാണ് വരുന്നത്. A by L ആണ്, അത് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് L by A വരും. അപ്പോൾ K is equal to 1 by R into L by A എന്ന് വരും. ഈ 1 by R ന് നമുക്ക് റെസിപ്രോക്കൽ ഓഫ് ദ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടക്ടൻസ് എന്ന് പറയാം. അപ്പോൾ K is equal to കണ്ടക്ടൻസ് C into L by A എന്ന് പറയാം. ഇനി വേറെ എന്താണ് സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് വേറൊരു തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കണ്ടീഷൻ കൊടുക്കാം. when L is equal to 1 centimeter 1 centimeter and A is equal to 1 centimeter square, then K is equal to C എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടി.
അപ്പൊ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് നമ്മൾ സ്പെസിഫിക് കണ്ടക്ടൻസ് K എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ പറയുക? ഇറ്റ് ഈസ് ദ K ഈസ് ഈക്വൽ ടു C, which means it is the conductance offered by a conductor of length 1 centimeter and area of cross section 1 centimeter square എന്ന് പറയാം. അത് ഇലക്ട്രോലൈറ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത് ലെങ്ത് ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് വോളിയം ആയിട്ടാണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയും, ഇറ്റ് ഈസ് ദ ടോട്ടൽ കണ്ടക്ടൻസ് ഓഫേർഡ് ബൈ 1 centimeter cube of the electrolyte. Specific conductance is the total conductance offered by 1 centimeter cube of the electrolytic solution. ഈ തരത്തിലാണ് നമ്മൾ സ്പെസിഫിക് കണ്ടക്ടൻസ് ഓർ കണ്ടക്ടിവിറ്റി എന്നുള്ള ഒരു ടേം, ഇത് എക്സാം പോയിന്റ് ഓഫ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്, അത് കൃത്യമായിട്ട് അത് പഠിച്ചു വെച്ചോളാം. ഇനി ഈ കണ്ടക്ടിവിറ്റി വാല്യൂന്റെ ബേസിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കണ്ടക്ടിവിറ്റി, ഇതിന്റെ ബേസിൽ നമുക്ക് സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നമ്മൾ ഇത് പറയുന്നത് മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് കണ്ടക്ടേഴ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾ ഫിസിക്സ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. കണ്ടക്ടേഴ്സ് ആണ്. പിന്നെ അതിന്റെ വേറെ ഒരു എക്സ്ട്രീം കേസിൽ ഉള്ളത് ഇൻസുലേറ്റേഴ്സ് ആണ്. ഇനി അതിന്റെ രണ്ട് എക്സ്ട്രീമിന്റെ ഇടയിൽ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സിന്റെ ഇടയിൽ പിന്നെ അതിനകത്ത് വരുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഈ തരത്തിലാണ് ക്ലാസിഫിക്കേഷൻ വരിക. ഇപ്പൊ എന്താണ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വരിക? ഇതിന് കണ്ടക്ടിവിറ്റി വാല്യൂ ഏറ്റവും കൂടുതലുള്ള സബ്സ്റ്റൻസസ് ഹാവിംഗ് ലാർജ് വാല്യൂ ഓഫ് കണ്ടക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുക? കണ്ടക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. എല്ലാ മെറ്റൽസും ഒന്നും എക്സാമ്പിൾ ആണ്. മെറ്റലുകൾ ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞാൽ അയൺ, കോപ്പർ, ബാക്കിയുള്ള എല്ലാ മെറ്റൽസും നമുക്ക് ഇത് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ചില നോൺ മെറ്റൽസും, അതായത് കാർബൺ ബ്ലാക്ക് പോലെ, കാർബൺ ബ്ലാക്ക് ഒരു നോൺ മെറ്റൽ ആണ്. അതേപോലെ തന്നെ ഗ്രാഫൈറ്റ്, ഇതും ഒക്കെ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഒരു സാധനങ്ങളാണ്. നോൺ മെറ്റൽസ് ആയിട്ടുള്ള കാർബൺ ബ്ലാക്ക്, അതുപോലെ ഗ്രാഫൈറ്റ്. ഇനി അപ്പോ ലാർജ് വാല്യൂ ഓഫ് കണ്ടക്ടിവിറ്റി ഉള്ള തരത്തിലുള്ള സബ്സ്റ്റൻസിനാണ് നമ്മൾ കണ്ടക്ടേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഇനി ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ പറയുക? ദേ ഗോട്ട് പുവർ കണ്ടക്ടിവിറ്റി, വളരെ കുറഞ്ഞ കണ്ടക്ടിവിറ്റി വാല്യൂ ഉള്ള സാധനങ്ങളെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് പറയുക. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഒരു എക്സാമ്പിൾ പറയാം, പ്ലാസ്റ്റിക്കുകൾ, അതുപോലെ വുഡൻ സബ്സ്റ്റൻസുകൾ, വുഡ്, ഇതൊക്കെ ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയും. ഇനി സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിലോ, സോ ഇഫ് ദ കണ്ടക്ടിവിറ്റി വാല്യൂ ലൈസ് in between that of conductors and insulators, that substances are called semiconductors. For silicon, അതുപോലെ സിലിക്കൺ, ഡോപ്ഡ് സിലിക്കൺ, ഇതൊക്കെ സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആയിരുന്നു. അപ്പൊ ഒന്നുകൂടെ പറയുന്നു, കണ്ടക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബേസ് ചെയ്ത് വസ്തുക്കളെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുകയാണ്. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എന്നുള്ള തരത്തിലാണ് പറയുന്നത്. ഇനി ഈ കണ്ടക്ടേഴ്സിനെ തന്നെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു പോവുകയാണ്. അടുത്തത് കണ്ടക്ടേഴ്സിനെ എടുത്തു. കണ്ടക്ടേഴ്സ് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് which are also called metallic conductors. ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഇനി മറ്റൊരു കണ്ടക്ടേഴ്സ് അയോണിക് കണ്ടക്ടേഴ്സ് ആണ്. അയോണിക് കണ്ടക്ടേഴ്സ് ഓർ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ്, ഇങ്ങനെയാണ് പറയുക. അയോണിക് കണ്ടക്ടേഴ്സ് ഓർ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ്, ഈ തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. അപ്പോ എന്താണ് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് ഓർ മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, അയണും കോപ്പറൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അവിടെ ദ ഫ്ലോ ഓഫ് ദി കറന്റ് ടേക്ക് പ്ലേസ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ദ ഫ്രീ ഇലക്ട്രോൺ. ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിന്റെ ഫലമായിട്ടാണ് കണ്ടക്ടൻസ് അവിടെ നടക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് അഥവാ മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ വൈ മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആർ കാൾഡ് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക, ഹിയർ ദ ഫ്ലോ ഓഫ് ദ കറന്റ് ടേക്ക് പ്ലേസ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ദ ഫ്രീ ഇലക്ട്രോൺ മൂവ്മെന്റിന്റെ ഫലമായിട്ട് കണ്ടക്ടൻസ് കാണിക്കുന്ന തരത്തിലുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. Then the conductivity of the electronic conductors depends on the three factors. First one is the nature and structure of the metal.
മെറ്റലിന്റെ നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഒരു ഡിപെൻഡന്റ് ഫാക്ടർ ആണ്. രണ്ടാമത്തെ ഡിപെൻഡന്റ് ആയിട്ടുള്ള ഫാക്ടർ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ പെർ ആറ്റം, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ പെർ ആറ്റം. ദെൻ മൂന്നാമത്തെ ഡിപെൻഡന്റ് ആയിട്ടുള്ള ഫാക്ടർ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറുമായിട്ടുള്ള ഡിപെൻഡൻസ് ഓർത്ത് നോക്കണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി മെറ്റൽ, ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി മെറ്റലുമായിട്ട് ഡിപെൻഡന്റ് ആയിട്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ പെർ ആറ്റം. ഓരോ ആറ്റത്തിലും എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ടോ അതിനനുസരിച്ച് അതിന്റെ മൂവ്മെന്റിന്റെ ഫലമായിട്ടാണ് കണ്ടക്ടൻസ് കാണിക്കുക. അതിനനുസരിച്ച് അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കണ്ടക്ടൻസിന്റെ വാല്യൂ ഡിപെൻഡന്റ് ആയിട്ടുള്ള ഈ രണ്ട് ഫാക്ടേഴ്സ് പറയുന്നത്. മൂന്നാമത് നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ ആണ്. When temperature increases, what will happen? നമ്മൾ ഒരു ചോദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ when temperature increases, what will happen to the conductivity of the electronic conductors? സാധാരണ രീതിയിൽ നമ്മൾ പറയുക ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടും എന്നാണ്. പക്ഷേ മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് കണ്ടക്ടിവിറ്റി കുറയുകയാണ്, കണ്ടക്ടൻസ് കുറയുകയാണ് ചെയ്യുക. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് ഒരു മെറ്റലിന്റെ കേസ് ആണെങ്കിൽ പോസിറ്റീവ്ലി ചാർജിന്റെ കേർണലുകൾ ഉണ്ടാവും. ഈ കേർണലുകൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ടു ആൻഡ് ഫ്രോ വൈബ്രേഷന് വിധേയമാവും. കേർണലുകൾ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ വൈബ്രേഷൻ വിധേയമാവുമ്പോൾ that will hinder the mobility of the free electron. That is why when temperature increases, conductivity of the metallic conductors decreases. ഈ തരത്തിലാണ് നമ്മൾ ഒരു ടൈപ്പ് പറയുക. Then ഇനി കണ്ടക്ടേഴ്സിന്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് അയോണിക് കണ്ടക്ടേഴ്സ് ഓർ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് ആണ്. ഇവിടെ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ നടക്കുക? Here the electrolytic conductors allows the passage of electricity through it. It is due to the movement of oppositely charged ions. ഈ തരത്തിലാണ് നമ്മൾ പറയുക. ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസിന്റെ, ഇപ്പൊ സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ് എടുത്തു, അതിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നാൽ Na+ ഒരു ഇലക്ട്രോണിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും, Cl- മറ്റൊരു ഇലക്ട്രോണിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അതേപോലെ നമുക്ക് പറയാം. അപ്പൊ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസിന്റെ മൂവ്മെന്റിന്റെ ഫലമായിട്ട് കണ്ടക്ടൻസ് കാണിക്കുന്ന തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ അയോണിക് കണ്ടക്ടേഴ്സ് അഥവാ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് ഓർ ഇലക്ട്രോലൈറ്റ് എന്ന് ചുരുക്കി നമ്മൾ പറയാം. ഇനി ഈ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി വാല്യൂ ഡിപെൻഡന്റ് ആവുന്ന, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ 3 ഫാക്ടറുകൾ പറഞ്ഞല്ലോ, അതേപോലെ കുറച്ച് ഫാക്ടറുകൾ ഇവിടെ പറയുന്നത് ഒന്ന് നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ആണ്. അതേപോലെ സൈസ് ഓഫ് ദി അയോൺസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദിയർ സോൾവേഷൻ. അങ്ങനെ നമുക്ക് പറയാം, സൈസ് ഓഫ് ദി അയോൺ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദിയർ സോൾവേഷൻ. മൂന്നാമത്തെ ഫാക്ടർ വിസ്കോസിറ്റി ഓഫ് ദി സോൾവെന്റിന്റെ വിസ്കോസിറ്റി ആണ്. നാലാമത്തെ ഫാക്ടർ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. അഞ്ചാമത്തെ ഡിപെൻഡന്റ് ആയിട്ടുള്ള ഫാക്ടർ ഇവിടെ നേരത്തെ നമ്മുടെ മൂന്നാമത്തെ ഫാക്ടർ പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചർ ആണ്. ഈ 5 ഫാക്ടേഴ്സുമായിട്ട് അയോണിക് കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി ഡിപെൻഡന്റ് ആണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയല്ല, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് കണ്ടക്ടൻസ് കൂടുകയാണ് ചെയ്യുക. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസിന്റെ മൊബിലിറ്റി അല്ലെങ്കിൽ സ്പീഡ് കൂടും. അങ്ങനെ സ്പീഡ് കൂടുന്ന സമയത്ത്, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് കണ്ടക്ടൻസ് കൂടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയും കേസുകളാണ് നമ്മൾ ഇതിന്റെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അതിനകത്ത് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് മെഷർമെന്റ് ഓഫ് ദി കണ്ടക്ടിവിറ്റി ഓഫ് ദി